അങ്ങനെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി. എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ പേഴ്സണലി പറയേണ്ട കാര്യമാണ്. മീഡിയസിന് മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ട കാര്യം എല്ലാം തോന്നുന്നു. അല്ല ഇപ്പൊ നമ്മള് അങ്ങനെയാണെങ്കിൽ let me conclude it if we both are okay. Let's conclude it. ഇത് ഇത്രയും ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അപ്പം എനിക്ക് ഒരൊറ്റ കാര്യമുള്ളത് ഉണ്ടായിരുന്നത്, ഇപ്പം ക്യൂ സ്റ്റുഡിയോയിൽ തന്നെ ചേട്ടൻ പറയുന്നുണ്ട്, കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്നിൻ്റെയും പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും റെസ്പെക്റ്റ് ആണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണൊന്നുമല്ല, ബട്ട് ഐ റെസ്പെക്ട് ദാറ്റ്. ആൻഡ് എനിക്കത് അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ല, ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും മാറ്റം ഉണ്ടാവേണ്ടത് നമ്മളിലാണ്, എന്നിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. നമ്മൾ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് അവസരം തന്നിട്ടുണ്ട് ഈ ജീവിതത്തിൽ. ആ അവസരം കിട്ടുന്ന സമയത്ത് നമ്മളത് ഉപയോഗിക്കുക. ആൻഡ് ഈ ഒരു കോൺട്രവേഴ്സി കാരണം എനിക്ക് യുവർ ഫാമിലിനെ കുറെ ഡ്രാഗ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും ഉണ്ട്. അതൊരു ഗിൽറ്റായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. എനിക്കത് ഒരിക്കലും ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റില്ല. ഗിൽറ്റ് എപ്പോഴും ഉണ്ടാവും. അത് പ്രശ്നമൊന്നുമില്ല, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം അവർക്കും നമ്മളെപ്പോലെ അല്ലെങ്കിൽ പെൺമക്കളുള്ളതല്ലേ. അപ്പോൾ എന്താണ് ഒരു പെൺകുട്ടിക്ക് ഹേർട്ടാവുന്നത്, എന്താണ് ഒരു ആൺകുട്ടിക്ക് ഹേർട്ടാവുന്നത് എന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. Shine, our trailer is trending in top 10 India. Like, what do you feel about trending top 10? നല്ലതാണ്, അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയല്ലേ. നിങ്ങളെല്ലാവരും ട്രെയിലർ കണ്ടിരുന്നോ? അതില് യൂജിൻ ചെറുമലല്ലേ, യൂജിൻ ജോസ് ചെറുമലിന്റെ മകനാണ് യൂജിൻ, നാടകക്കാരൻ. സ്വന്തമായിട്ട് നാടകങ്ങൾ എഴുതുകയും ചെയ്യുകയും ചെയ്തിരുന്ന വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് ജോസ് ചെറുമൽ. യൂജിൻ ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് പറയുന്ന സമയത്ത് എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത്, പോലീസ് ആവാൻ ആഗ്രഹമില്ലാതെ ഒരു അധ്യാപകനാവാൻ, അല്ലെങ്കിൽ കണക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് അതിൽ. കണക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ മുകളിൽ ക്ലാസ് എടുക്കുന്ന ഒരു CA. അതാണ് ഇതിലെ ക്രിസ്റ്റഫർ സേവ്യർ. ഈ ക്രിസ്റ്റോ സേവ്യർ ഞാൻ 2-3 പ്രാവശ്യം ഇന്റർവ്യൂസിന് മുന്നേ യൂജിനെ വിളിച്ചു ചോദിക്കുക എന്താണ് ക്യാരക്ടറിന്റെ പേര്. അത് ക്രിസ്റ്റോ സേവ്യർ. കാരണം പടത്തില് ക്രിസ്റ്റോ എന്ന് ആരും വിളിക്കുന്നുമില്ല, ഞാനൊട്ട് പറയുന്നുമില്ല. ആകെ ആ ക്രിസ്റ്റോ എന്ന് അറിയുന്നത് എൻ്റെ യൂണിഫോമിലെ നെയിം ബോർഡിലും ടേബിളിലെ നെയിം ബോർഡിലോ. അതാണെങ്കിൽ എനിക്ക് കാണാനും പറ്റില്ല. അപ്പോൾ ക്യാരക്ടറിനെയും ഓർമ്മയില്ലാത്ത ഒരു ക്യാരക്ടറായിരുന്നു. എല്ലാവരും സാറെന്നല്ല വിളിക്കും പോലീസ് ആയതുകൊണ്ട്. പിന്നെ വീട്ടിലെ സീക്വൻസുകളൊന്നുമില്ല. അപ്പോൾ ഇതിലെ ക്യാരക്ടർ നെയിം എനിക്ക് 1-2 വർഷം യൂജിനെ വിളിച്ച് ചോദിക്കേണ്ടത് എന്താണ് ക്യാരക്ടർ നെയിം ഇന്റർവ്യൂവിന് മുന്നേ. യൂജിൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഇല്ല, ഹൈദരാബാദിലാണ്. വൈകുന്നേരത്തോടെ ജോയിൻ ചെയ്യും. യൂജിൻ വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് എന്നെ അഭിനയിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ യൂജിൻ പറയുന്ന പോലെ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിക്ക് ഉടമയായിരുന്നു ഞാൻ. അത് ആളുകളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടും കൂടിയിട്ടായിരുന്നു. പക്ഷെ പടത്തില് അങ്ങനെ യാതൊരുവിധ ഹൈപ്പർ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ബിഹേവിയറും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് ക്രിസ്റ്റോ സേവ്യറിന്റെ. ഭയങ്കര മിതമായി സംസാരിക്കുകയും മിതമായിട്ടുള്ള പെരുമാറ്റങ്ങളും മിതമായിട്ടുള്ള ആക്ഷൻസും ഒക്കെയുള്ള, ഷൗട്ട് ചെയ്യാത്ത, ഒരു കണക്ക് സോൾവ് ചെയ്യുന്നത് പോലെ ഒരു അന്വേഷണം സോൾവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്.